സിന്ധ്യാസ് ഇപ്പോൾ എവിടെയാണ്? കോഴിക്കോട്ട് എവിടെയാണുള്ളത്? പച്ച ലഡുവും മഞ്ഞ ലഡുവും നീല ലഡുവും ഒക്കെ അങ്ങനെ കളർ ഭേദമുള്ള ലഡുവൊക്കെ നേരത്തെ തയ്യാറാണോ? രതീഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലാണ്. 8 മണി മുതൽ മീഡിയ സെന്ററിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് അപ്ഡേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ കോഴിക്കോട് നഗരത്തിൽ പച്ച ലഡു വിതരണം ചെയ്യണമോ അതോ ചുവന്ന ലഡു വിതരണം ചെയ്യുമോ എന്ന കാര്യത്തിലൊക്കെ നമുക്ക് ആ സമയത്തൊരു വ്യക്തത വരികയും ചെയ്യും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയൊക്കെ കോഴിക്കോട് കോർപ്പറേഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ആർക്കാണ് മേൽക്കൈ എന്നൊക്കെ നമ്മളങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ കാലത്തും. കാരണം 4.5 പതിറ്റാണ്ടായിട്ട് CPM LDF ഇവിടെ കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി അവർ തന്നെ ഭരിച്ചു പോരുന്ന ഒരു കോർപ്പറേഷനാണിത്. പക്ഷേ UDFന് ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇത്തവണത്തെ അവരുടെ ഗ്രൗണ്ട് വർക്കിലാണ്. വളരെ കൃത്യമായി ഗ്രൗണ്ട് വർക്ക് നടത്തി ഒരു അട്ടിമറി വിജയം ഞങ്ങൾക്ക് നേടാനാകുമെന്ന ആത്മവിശ്വാസം വളരെ തുടക്കത്തിൽ തന്നെ UDF കോഴിക്കോട് കോർപ്പറേഷനിൽ പുലർത്തിപ്പോന്നതാണ്. അങ്ങനെയെങ്കിൽ ആ സീറ്റ് നിലയിൽ വലിയ വ്യത്യാസം വരണം എന്നുള്ളതാണ് കാര്യം. കഴിഞ്ഞ ഭരണസമിതിയെ വെച്ച് നോക്കുമ്പോൾ LDFന് 51, UDFന് 17, BJPക്ക് 7 സീറ്റ് എന്നിങ്ങനെയായിരുന്നു കണക്ക്. പക്ഷെ അതിൽ NDA ഒക്കെ ഒരു പക്ഷേ ഇത്തവണ സീറ്റ് നില മെച്ചപ്പെടുത്തുമെന്ന ആത്മവിശ്വാസം NDA അടക്കം പറയുന്നുണ്ട്. കാരണം നവ്യ ഹരിദാസിനെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തിളങ്ങിയ നവ്യ ഹരിദാസിനെ അടക്കം രംഗത്തിറക്കിയായിരുന്നു ഇത്തവണ NDA നഗരത്തിൽ ഒരു പക്ഷേ കളം പിടിക്കാനൊക്കെ ശ്രമിച്ചിരുന്നത്. എന്നാൽ LDF ഇത്തവണ UDFനെതിരെ വലിയ ആയുധമാക്കിയിരുന്നത് അവരുടെ വെൽഫെയർ ബന്ധമായിരുന്നു. UDF വെൽഫെയർ കൂട്ടുകെട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു പ്രചാരണം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ UDF ഇതിനെ തിരിച്ചടിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി കോഴിക്കോട് കോർപ്പറേഷൻ LDF ഭരിക്കുന്നുണ്ടെങ്കിലും അഴിമതിയുടെ ATM കൗണ്ടറാക്കി കോഴിക്കോട് ജില്ലയെ മാറ്റി LDF എന്ന രീതിയിലായിരുന്നു പ്രധാനമായിട്ടും അവർക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നത്. ആ സമയത്തും ഈ UDF വെൽഫെയർ ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് പോലും മുക്കം നഗരസഭയിൽ നമ്മൾ ഇത്തവണ വലിയ മാറ്റം കാണുകയും ചെയ്തു. മുക്കം നഗരസഭയിൽ കഴിഞ്ഞ തവണ UDF വെൽഫെയർ ബന്ധമുണ്ടായിരുന്നു, അവർ ഒരുമിച്ചായിരുന്നു, സഖ്യം ചേർന്നായിരുന്നു മത്സരിച്ചത്. പക്ഷേ ഇത്തവണ മുക്കം നഗരസഭയിൽ 6 ഇടങ്ങളിൽ വെൽഫെയർ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരുപക്ഷേ 3 വാർഡുകളിൽ വെൽഫെയർ പാർട്ടി അധികാരത്തിൽ വരുമെന്ന ഒരു കാര്യമൊക്കെ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വവും പറയുന്നുണ്ട്. അവിടെ ഒരു പക്ഷേ UDFന് അത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. 15 വിവിധ ഘടകങ്ങളുണ്ട്. മലബാറിലെ സവിശേഷമായ സാഹചര്യത്തിലെ വിവിധ ഘടകങ്ങൾ കൂടി മുക്കം ഉൾപ്പെടെയുള്ളവിടത്ത് ഏത് തരത്തിൽ പ്രതിഫലിക്കുന്നതൊക്കെ വളരെ പ്രധാനമാണ്.